നോയിഡയിലെ ഹൗസിംഗ് സൊസൈറ്റിയിൽ തീപിടുത്തം. സെക്ടർ 7-ലെ റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം ഉണ്ടായി, 20-ലേറെ പേർ 21 പേർ മരിച്ചു. ആ സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ ഇത് അടുത്ത തീപിടുത്തം കൂടി നിയന്ത്രണ വിധേയമാക്കിയോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മോത്തി, ഇന്ന് രാവിലെ 7:25 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ നോയിഡയിലെ സെക്ടർ 75-ലെ IV കൗണ്ടി റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ തീ അണയ്ക്കുന്നതിന് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമായിരുന്ന ഒരു ജോലിയായിരുന്നു. കാരണം 13ാം നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ഈ 7:25-ന് PCR കോളിൽ ഇത് ലഭിക്കുകയും വിവരം ലഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ 3 ഫയർ എഞ്ചിനുകൾ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 13ാം നിലയിലെ തീ അണയ്ക്കുക എന്നത് അത്ര എളുപ്പകരമായ ഒരു ജോലിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അല്പം വൈകിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ആളപായവും മറ്റോ അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ്. മുഴുവൻ ആൾക്കാരെയും ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസും മറ്റും നോയിഡയിലെ പോലീസും മറ്റും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. AC-യിലുണ്ടായ എയർ കണ്ടീഷനിലുണ്ടായിരുന്ന പൊട്ടിത്തെറി അല്ലാതെ അതുമായി ബന്ധപ്പെട്ട തകരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടി വരും. ഏതായാലും ഉത്തരേന്ത്യയിൽ ഈ അടിക്കടി ഈ തീപിടുത്തം ഉണ്ടാകുന്നത് അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഏതാണ്ട് 20-ലധികം പേരുടെ ജീവനാണ് ഈ മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ നോയിഡയിലെ ഏറ്റവും വലിയ പ്രൈം ലൊക്കേഷൻ എന്നറിയപ്പെടുന്ന സെക്ടർ 75-ലെ ഈ IV കോംപ്ലക്സിൽ നിന്ന് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. മോത്തി, ശരി.